എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഒരു തെലുങ്ക് ചോദ്യകർത്താവ് തെലുങ്ക് നാട്ടിൽ പോയിട്ട് എംപുര എന്ന് പറയുന്ന സിനിമയുടെ പ്രചാരത്തിലായിട്ട് അവിടെ എത്തിയ സമയത്താണ് മോഹൻലാലിനോട് ചോദിക്കുന്നത്, എന്തിനാണ് ഒരു മലയാള സിനിമ തെലുങ്കിൽ ഇങ്ങനെ പോഷാക്കി നിങ്ങൾ കൊണ്ടുവരുന്നത്, ഇത്ര ഹൈപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിച്ചേ. നോക്കൂ, എന്തൊരു വൃത്തികെട്ട ചോദ്യം എന്നാണ് എനിക്ക് അതിന് തോന്നിപ്പോയത്. അതിന് മോഹൻലാൽ കൊടുത്ത ഉത്തരം ഉണ്ടല്ല, ദാ പൊളി. കാണാത്തവർക്ക് തുടക്കം മുതൽ കണ്ടോക്കൂ. I distributed Salar in Kerala. I told that we have the habit of accepting films from all over the state. Please try and watch my film. Madam, Wow. Madam, I distributed Salar in Kerala. Prithviraj Productions distributed KGF2 in Kerala. So See, I only went to for the release of Pushpa. yeah, This is a beautiful fraternity. Let us be together and let us create beautiful movies. പൊളി. ഇതിനെ ഞാൻ പൊളി തന്നെ പറയുള്ളൂ സുഹൃത്തുക്കളെ, അടിപൊളി ഉത്തരം. കാരണം കർണാടക സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാപരമായിട്ട് അതിഭീകരവാദം അവിടെ കടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്, എന്തിനാണ് ഒരു മലയാള സിനിമയ്ക്ക്, ഒരു സാധാരണ മലയാള സിനിമയ്ക്ക് അവിടേക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഉത്തരം എന്തൊരു നൈസാണ്. നിങ്ങൾ എന്റെ സിനിമയൊന്ന് കണ്ടു നോക്കൂ, ദയവേത് എന്റെ സിനിമയൊന്ന് കാണൂ എന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നു. ഒപ്പം അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകള്, ഞാന് പുഷ്പ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്തിന് മോഹൻലാൽ വരണം? അങ്ങനെ ചോദിക്കണ്ടേ? എന്തിനാണ് മലയാളത്തിലുള്ള ആ ഒരു വലിയ നടൻ പുഷ്പ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി അവിടെ പോകണം? അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ലോകത്തിന്റെ സമ്പത്താണ്. നമ്മളെല്ലാവരും ഒരു ഫ്രട്ടേണിറ്റിന്റെ ഭാഗമായിട്ട്, ഒരു സാഹോദര്യത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കേണ്ട മേഖലയാണെന്നൊക്കെ പറയുന്നു. പൃഥ്വിരാജ് കൊടുത്ത ഉത്തരമോ അടിപൊളി. ഞാനാണ് സലാർ കേരളത്തിൽ വിതരണം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതൊരു തെലുങ്ക് പടമല്ലേ, പോയി പണി വെക്കുമെന്ന് പറഞ്ഞാൽ പോരെ. ഞാനവിടെ വേറെ പടം കൂടി പറഞ്ഞല്ലോ, ഒരു ആ ഒരു KGF2, ആ ഒരു പടം ഞാനാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് മലയാളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്നും വേണ്ട, നമ്മൾ മലയാളികൾ മാത്രം നോക്കിയേ. തെലുങ്ക് ആയാലും ഹിന്ദി ആയാലും കന്നഡ ആയാലും ഇനിയിപ്പോ ഏതൊക്കെ ഉണ്ട്, തമിഴായാലും നമ്മൾ ഇംഗ്ലീഷ് ആയാലും ആ സിനിമ അങ്ങനെ നമ്മൾ കാണും. നമുക്കിതൊരു പ്രശ്നമല്ല. തെലുങ്കാണോ അങ്ങനെ കാണാം, തമിഴ് സിനിമയാണോ തമിഴായിട്ട് തന്നെ കാണാം. പക്ഷെ അവരിത് അതല്ല. നമ്മളെ സിനിമകൾ അവര് മൊഴി മാറ്റി മാത്രമാണ് അവർ കാണുക. നമുക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ലെന്ന് മനസ്സിലാക്കണം. അതാണ് മലയാളികൾ, ഒരു രക്ഷയില്ലാത്ത മലയാളികളാണ്. അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് അങ്ങനെ ഉത്തരം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ സിനിമകൾ കേരളത്തിൽ പ്രദർശിപ്പിക്കാതിരുന്നാൽ പോരെ, ഞാനല്ലേ ഏറ്റെടുത്തിട്ട് അവിടെ വിതരണം ചെയ്തേ, എനിക്കത് മിണ്ടാതെ കുത്തിരുന്നാൽ പോരെ. അപ്പോ അത്തരം വർത്തമാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ നിർത്തൂ എന്നുള്ളതാണ് മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെ ഉത്തരം കേട്ടോ. ആ ഒരു ഉത്തരം അടിപൊളി എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. അങ്ങനെയുള്ള ഒരു സെഗ്രിഗേഷൻസ്, ഒരു വേർതിരിവുകളൊക്കെ മലയാള സിനിമയാണ്, തെലുങ്ക് സിനിമയാണ്, ഹിന്ദി സിനിമയാണ്, തമിഴ് സിനിമയാണെന്നൊക്കെയുള്ള ആ മാറ്റങ്ങളൊക്കെ മാറ്റി തീർക്കണം, അതെല്ലാം ഒഴിവാക്കണം. എന്നിട്ട് ഒരു ഏകോദര സഹോദരന്മാരെ പോലെ തന്നെ മോഹൻലാലിന്റെ സിനിമ ഇറങ്ങും. നോക്കും, മലയാളത്തിന്റെ പുഷ്പ സിനിമയ്ക്ക് എൻ്റെ നാട്ടിലൊരു പയ്യുണ്ട്, ഞാൻ അന്തം വിട്ടു പോയത്. അല്ലു അർജുന്റെ പേരാണ് അവന്റെ കയ്യിന്റെ മേലെ പച്ച കുത്തി വെച്ചിരിക്കുന്നത്, അല്ലു അർജുന്റെ. ഞാൻ ചോദിച്ചേട്ടാ, എനിക്ക് നാണും മാനുമില്ലേ? ഞാൻ അവനോട് ചോദിച്ചത്, ഒരു പക്ഷെ അവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാനോട് ചോദിച്ച കാര്യമാണ്, നിനക്ക് നാണും മാനുമില്ലേ? എടോ, നിന്റെ പേര് എഴുതി വെക്കുന്നതിൽ ഒരു രസമുണ്ട്. നിന്റെ പേര്, നിന്റെ വീട്ടുകാരുടെ പേര്, നിന്റെ ഭാര്യയുടെ പേര്, കാമുകിയുടെ പേര്, അച്ഛന്റെ അമ്മയുടെ പേര്, അതൊക്കെ ഒരു ഓർമ്മയുടെയും നമ്മുടെ ഒരു ഫീലിങ്സിന്റെ ഭാഗമായിട്ടാണ്. നീ എന്തിന്റെ പുറത്താണ്, എന്ത് ആരാധനയുടെ പുറത്താണ് അല്ലു അർജുൻ എന്നൊക്കെ ഇതിന് മേലെ എഴുതിയിരിക്കുന്നത്? അല്ലു അർജുൻ ആണോ നിനക്ക് മാസം മാസം വീട്ടിലേക്ക് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചതിന് ഭാഗമായിട്ട് അരി വാങ്ങിക്കാൻ പൈസ തരുന്നത്? ഏട്ടനത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞേ. എന്നാൽ ഒരു കാലഘട്ടം വരും, അവനത് മനസ്സിലാവും, അവനത് മായ്ക്കാൻ വേണ്ടി മെനക്കെടും. അതിനുള്ള സാധ്യതകളാണ് ഞാൻ കണ്ടുമുട്ടുന്നത് കേട്ടോ. എന്തായാലും അത്രയ്ക്ക് ഞാൻ പറഞ്ഞു വെച്ചത്, അത്രയ്ക്ക് അല്ലു അർജുന്റെ പ്രാന്തന്മാർ ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൾക്ക് തിരിമാച്ച അല്ലു അർജുൻ ഏറെ നാട്ടുകാരനല്ലേ, അവന്റെ സിനിമയൊക്കെ നമ്മൾ എന്ത് കാണണം, പുഷ്പൊക്കെ എന്തിനു നമ്മൾക്ക് കാണണം എന്നൊക്കെ വിചാരിച്ച പോരെ. പടം ബ്ലഡി ക്വസ്റ്റ്യൻസ് അല്ലേ? എന്തൊരു വൃത്തികെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത്. ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങളെ പാടില്ല. പക്ഷെ ഉത്തരങ്ങള് മോഹൻലാലിൻ്റെതായാലും പൃഥ്വിരാജിന്റെയും ആ കാണ്ടടപ്പം മറുപടിയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ബൈ.